ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കുമല്ലോ. ഇവിടെ കുഞ്ഞാപ്പി KFC-യിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും കഴിക്കുന്ന ഒരു സാധനം ഇതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അത് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് കുഞ്ഞു മക്കൾക്ക് വിഷമൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ടത് എല്ലാം ചിരണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അതിൻ്റെ അകത്തേക്ക് ഒരു ഇച്ചിരി മുളക് പൊടിയും ഇതിൻ്റെ അകത്തേക്ക് ആദ്യം നമ്മൾ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് പുരട്ടി ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പിന്നെ അതിൻ്റെ ഒരു മാവ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു 5 സ്പൂൺ മൈദയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് പിന്നെ 1 സ്പൂൺ ആട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് പിന്നെ നമ്മൾ പൊടിവകകളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം മുളക് പൊടി, അതുകൂട്ട് തന്നെ മഞ്ഞപ്പൊടി, ഉപ്പ് പൊടി, കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ അകത്തേക്ക് പിന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ അതിങ്ങനെ നമ്മുടെ ദോശമാവൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് അതെല്ലാം സെറ്റ് ചെയ്തെടുക്കണം. അന്നേരം കുറേ വട്ടം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം സ്പൂൺ ഉപയോഗിക്കാതെ കൈയും കൊണ്ടാണെങ്കിലും കൈയും കൊണ്ട് നല്ല രീതിയിൽ അത് ഞെവിടി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ പോകും. അങ്ങനെ കട്ടയായിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആ മാവ് നമ്മൾ എണ്ണയ്ക്കകത്തിടുമ്പം തിളച്ച് അത് വേവാത്ത രീതിയിലിരിക്കും. അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ അത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ കുറേ വട്ടം ഇളക്കി കൊടുത്ത് ആ ഒരു ഒന്നിച്ചിട്ട് നല്ല കട്ടിയിൽ വരുന്ന ആ ഒരു സമയമാകും. ആ സമയമാകുമ്പോഴത്തേനും നമ്മൾ പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് ഒരു 10-15 മിനിറ്റ് അടച്ച് വെക്കണം. ഒന്ന് ഒരു ചായ കുടിക്കാൻ സമയമൊക്കെ ആകുമ്പോഴത്തേനും റെഡി ആക്കിയാൽ മതിയല്ലോ. പിന്നെ നമ്മൾ പാൻ അടപ്പയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് എണ്ണയെല്ലാം ഒഴിച്ച് കൊടുത്താൽ എന്നിട്ട് പിന്നെ അത് നമ്മൾ വാരിപ്പറക്കി അതിൻ്റെ അകത്തേക്ക് ഫുൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കിടന്ന ആ എണ്ണയിൽ ഞാറ് മൊറാന്ന് പറഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുഞ്ഞു മക്കളെയൊന്നും ഈ എണ്ണയുടെ കീഴിലൊന്നും നിർത്തരുത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു തിരിച്ചും മറിച്ചും അതിട്ട് നല്ല രീതിയിൽ വേവിച്ചിട്ടെടുക്കുക. പിന്നെ സോസും കൂട്ടി കഴിക്കുക. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.